മൂന്നാറിലെ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ശല്യം കുറയ്ക്കാൻ അടിയന്തര നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ടു പോവുകയാണ്. ഇന്നലെ മൂന്നാറിൽ ചേർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇത് സംബന്ധിച്ച രൂപരേഖ തയ്യാറാക്കി. 3 ഘട്ടങ്ങളിലായിട്ടാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ RRTയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തും. കൂടുതൽ ജീവനക്കാരെ ഉപയോഗിച്ച് RRT സംഘങ്ങൾ വിപുലീകരിക്കാൻ യോഗം തീരുമാനിച്ചു. RRT സംഘങ്ങൾക്ക് നിരീക്ഷണം നടത്താൻ ഡ്രോൺ ലഭ്യമാക്കും. കൂടാതെ ജനവാസ മേഖല ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്ലോക്കുകളായി തിരിച്ച് നിരീക്ഷണം നടത്തും. ഓരോ ബ്ലോക്കുകളുടെയും ചുമതല ഓരോ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കും. ഇവിടെ രാവിലെ 5:30 മുതൽ വനപാലകരുടെ നിരീക്ഷണം ഉണ്ടാകും. വന്യജീവികൾ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച വിവരം പ്രദേശവാസികൾക്ക് ഉടൻ കൈമാറും. ആവശ്യമുള്ള വാഹനങ്ങൾ ലഭ്യമാകുന്നതുവരെ വാടകയ്ക്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 7 ദിവസത്തിനകം ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കും. AI ക്യാമറകൾ സ്ഥാപിക്കുക, സംരക്ഷണ വേലി നിർമ്മിക്കുക, അറ്റകുറ്റപ്പണികൾ നടത്തുക എന്നിവയാണ് 2ാം ഘട്ടം. 3ാം ഘട്ടത്തിൽ വന്യജീവികൾക്ക് ഭക്ഷണം ലഭ്യമാക്കാൻ പുല്ലുമേടുകൾ സൃഷ്ടിക്കും. നമ്മൾ ഓൾറെഡി നമ്മുടെ SMS അലർട്ട് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഓൾറെഡി രാവിലെ 10 മണിയോട് കൂടിയാണ് അതിൻ്റെ അകത്തുള്ള അലർട്ട് സിസ്റ്റം വരുന്നത്. അപ്പോൾ അത് കൂടുതൽ ആളുകളെ അതിൽ പങ്കെടുപ്പിക്കുക. രണ്ടാമത് റിയൽ ടൈമായിട്ട് കുറേയും കൂടെ റിയൽ ടൈമായിട്ട് ഇപ്പോൾ ഈവനിങ് ടൈമിലും കൂടെ അത്തരത്തിലുള്ള അലർട്ട് സിസ്റ്റം പുതുതായിട്ട് ചേർക്കുക. അതോടൊപ്പം തന്നെ ഇതോടൊപ്പം തന്നെ നമ്മളിനി ഫ്യൂച്ചറിൽ ഈ AI ക്യാമറ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള അതൊരു മീഡിയം ടേമിലേക്ക് ആ തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഈ പദ്ധതികൾ നടപ്പിലാക്കിയതിനു ശേഷവും കാട്ടാന ശല്യം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ ആനകളെ പിടികൂടുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കൂ. വനംവകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഉന്നത ഉദ്യോഗസ്ഥർ മൂന്നാറിൽ യോഗം ചേർന്നത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.